ഇനി നമുക്ക് ഇമ്പൾസ് എന്ന് പറയുന്ന ടോപ്പിക്ക് പഠിക്കാം. ആദ്യം നമുക്ക് ഇമ്പൾസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ള ഒരു ഫോർമുല പഠിച്ചിട്ട് അതെന്താണെന്നുള്ളത് പറയാം. ഇമ്പൾസ് ഈക്വൽ ടു ഇമ്പൾസീവ് ഫോഴ്സ് ഇൻറ്റു ടൈം ഇന്റർവൽ ആണ്. അതായത് ഇമ്പൾസീവ് ഫോഴ്സിനെ ടൈം ഇന്റർവലിന്റെയും പ്രോഡക്റ്റ് ആണ് എന്ത് ഇമ്പൾസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് പറയുന്നത്? ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മളൊരു ചെറിയ ഒരു ടൈം ഇന്റർവെല്ലിൽ കൊടുക്കുന്ന ലാർജ് ഫോഴ്സിനെയാണ് നമ്മൾ ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഒരു ചെറിയൊരു ടൈം ഇന്റർവെല്ലിൽ നമ്മളൊരു ലാർജ് ഫോഴ്സാണ് അവിടെ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അത്തരം ഫോഴ്സുകളെ നമുക്ക് എന്ത് വിളിക്കാം? ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് വിളിക്കാം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ആണിയൊക്കെ അടിക്കുമ്പോൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ എന്ത് ചെയ്യും? വളരെ ചെറിയ സമയം കൊണ്ട് ഒരു വലിയൊരു ഫോഴ്സാണ് നമ്മൾ അവിടെ അപ്ലൈ ചെയ്യുന്നത് അല്ലേ? അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് എഫ് എന്ന് ഡിനോട്ട് ചെയ്യാം. ഇമ്പൾസീവ് ഫോഴ്സിനെ എഫ് എന്ന് ഡിനോട്ട് ചെയ്യാം. ടൈം ഇന്റർവെലിനെ വളരെ ചെറിയ ടൈം ഇന്റർവെൽ ആയതുകൊണ്ട് നമുക്ക് ഡെൽറ്റ ടി എന്ന് കൊടുക്കാം. അപ്പോൾ എഫ് ഇൻറ്റു ഡെൽറ്റ ടി. അപ്പോൾ ഇമ്പൾസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ഡെൽറ്റ ടി. അപ്പോൾ പ്രോഡക്റ്റ് ഓഫ് ഇമ്പൾസീവ് ഫോഴ്സ് ആൻഡ് ടൈം ഇന്റർവെൽ ആണ്. ഓക്കെ, ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ഒരു ചെറിയ ടൈം ഇന്റർവെല്ലിൽ കൊടുക്കുന്ന ലാർജ് ഫോഴ്സിനെയാണ് ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇമ്പൾസ് അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാം? ആ ഫോഴ്സ് ഇമ്പൾസീവ് ഫോഴ്സ് ഇൻറ്റു ഡെൽറ്റ ടി ടൈം ഇന്റർവെല്ലാണ് എന്തായി കിട്ടുന്നത്? ഇമ്പൾസ് ആയിട്ട് കിട്ടുന്നത്. ഇനി നമുക്ക് ഇതിന് യൂണിറ്റ് വളരെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. ഫോഴ്സിന്റെ യൂണിറ്റ് നമുക്കറിയാം, ന്യൂട്ടൺ ആണെന്ന് അറിയാം. അതുപോലെ ടൈം ഇന്റർവെലിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്. അപ്പോൾ ഇമ്പൾസിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ സെക്കൻഡ് ആണ്. അപ്പോൾ ഇമ്പൾസ് എന്താണെന്നുള്ളത് ഈ ഫോർമുല അറിയുക, യൂണിറ്റ് ന്യൂട്ടൺ സെക്കൻഡ് ആണെന്നുള്ളത് അറിയുക. നമുക്ക് ന്യൂട്ടൺ സെക്കൻഡ് ലോ അനുസരിച്ച്, ന്യൂട്ടന്റെ സെക്കൻഡ് ലോ അനുസരിച്ച് നമുക്കറിയാം എഫ് പ്രൊപ്പോർഷണൽ ടു, അതായത് അപ്ലൈഡ് ഫോഴ്സ് പ്രൊപ്പോർഷണൽ ടു ചേഞ്ച് ഇൻ മൊമെന്റോ ആണ് അല്ലേ? ചേഞ്ച് ഇൻ നമുക്ക് ഇങ്ങനെ എഴുതാലോ, ചേഞ്ച് ഇൻ മൊമെന്റ് ഡി പി ബൈ ഡി ടി തന്നെയാണ് ഡെൽറ്റ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. വളരെ ചെറുതാണെന്ന് കാണിക്കാം. ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി നമുക്ക് കൊടുക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എഫ് ഇൻറ്റു അല്ലെങ്കിൽ നമുക്ക് ഒരു കോൺസ്റ്റന്റ് കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യാം. കോൺസ്റ്റന്റ് കെ ഇൻറ്റു ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി. നമ്മൾ പ്രൊപ്പോർഷണൽ സൈൻ മാറ്റിയ സ്റ്റെപ്പാണിത്. കെ ഈക്വൽ ടു 1 ആണെങ്കിൽ എങ്ങനെ കിട്ടും? എഫ് ഈക്വൽ ടു ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി. നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാലോ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എഫ് ഇൻറ്റു ഡെൽറ്റ ടി എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും? ഡെൽറ്റ പി എന്ന് കിട്ടുമല്ലേ? അപ്പോൾ എഫ് ഇൻറ്റു ഡെൽറ്റ ടി എന്താണ്? നമ്മൾ തിരുമുന്നേ പഠിച്ചു, ഇമ്പൾസ് ആണ് അല്ലേ? അപ്പോൾ ഇമ്പൾസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ഡെൽറ്റ ടി എന്ന് പറയുന്നത് ഇമ്പൾസ് ആണ്. ഇമ്പൾസ് ഈക്വൽ ടു ഡെൽറ്റ പി എന്ന് പറയുന്നത് എന്താണ്? ചേഞ്ച് ഇൻ മൊമെന്റോ ആണ് അല്ലേ? അപ്പോൾ ഇമ്പൾസ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ് നമുക്ക് മനസ്സിലായി? ചേഞ്ച് ഇൻ മൊമെന്റത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇമ്പൾസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇമ്പൾസ് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ മൊമെന്റോ ആണ്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഇമ്പൾസിന്റെയും മൊമെന്റത്തിന്റെയും ഡയമെൻഷൻ സെയിം ആണെന്ന് കണ്ടു. കാരണം എന്താണ്? ഇമ്പൾസ് എന്ന് പറയുന്നത് എന്താണ്? മൊമെന്റം തന്നെയാണ്. ചേഞ്ച് ഇൻ മൊമെന്റത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇമ്പൾസ് എന്ന് വിളിക്കുന്നത്. അടുത്തതായി ന്യൂട്ടൺസ് തേർഡ് ലോ എന്താണെന്ന് നോക്കാം. നമുക്കെല്ലാം അറിയാവുന്നതാണ്. ന്യൂട്ടൺസ് തേർഡ് ലോ ഇതാണ്: ടു എവരി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഓരോ ആക്ഷനും അതിൻ്റെ ഈക്വലായിട്ടും ഓപ്പോസിറ്റും ആയിട്ടും ഒരു പ്രതിപ്രവർത്തനം ഉണ്ടാവും, അല്ലെങ്കിൽ റിയാക്ഷൻ ഉണ്ടാവും. ആ ആക്ഷനും റിയാക്ഷനും എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്? ഈക്വൽ ആണ്, ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു എക്സാമ്പിൾ, നമുക്ക് അറിയാവുന്ന ഒരു എക്സാമ്പിൾ തന്നെ നോക്കാം. റോക്കറ്റിൻ്റെ. അപ്പോൾ റോക്കറ്റിൽ നമുക്കറിയാം, അതിൽ ഹോട്ട് ഗ്യാസ് എങ്ങോട്ടാണ് ഇജക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങോട്ടാണ് പുറത്തേക്ക് വരുന്നത്? താഴോട്ടാണ് അല്ലേ? അപ്പോൾ ഹോട്ട് ഗ്യാസ് ഇവിടെ താഴോട്ടാണ് ഇജക്ട് ചെയ്യുന്നത് അല്ലേ? ഹോട്ട് ഗ്യാസ് താഴോട്ട്, അതായത് എങ്ങോട്ടാണ്? അറ്റ്മോസ്ഫിയറിലോട്ടാണ് ഇജക്ട് ചെയ്യുന്നത് നമുക്ക് പറയാം. അപ്പോൾ ഈ ഒരു ഇജക്ഷൻ, ഈ ഹോട്ട് ഗ്യാസിന്റെ ഇജക്ഷൻ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ആക്ഷൻ. അപ്പോൾ ന്യൂട്ടന്റെ തേർഡ് ലോ അനുസരിച്ച് എന്താവണം? ഒരു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ വരണം അല്ലേ? അപ്പോൾ ഈ ഒരു ആക്ഷന്റെ ഫലമായിട്ട് ഒരു റിയാക്ഷൻ വരും. അത് എവിടെയാണ് ആ റിയാക്ഷൻ വരുന്നത്? റോക്കറ്റിലാണ്. അപ്പോൾ ഈ ആക്ഷന്റെ ഫലമായി ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ റോക്കറ്റിൽ ഉണ്ടാകുന്നു. അതിന് ഫലമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? അത് മുന്നോട്ട് കുതിക്കുന്നത് അല്ലേ? അപ്പോൾ റിയാക്ഷൻ എവിടെയാണ് നടന്നത്? ഇവിടെ റിയാക്ഷൻ റോക്കറ്റിലാണ് നടന്നത് അല്ലേ? അപ്പോൾ നമുക്ക് മനസ്സിലായി, ആക്ഷനും റിയാക്ഷനും എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ആണ്, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. പക്ഷെ അത് നമുക്ക് രണ്ടും തമ്മിൽ ക്യാൻസലായി പോകുമെന്ന് വെച്ചാൽ ക്യാൻസലായി പോവോ? ഇല്ല. കാരണം ഇവിടെ ആക്ഷൻ നടക്കുന്നത് അറ്റ്മോസ്ഫിയറിലെ എയറിലാണ്, റിയാക്ഷൻ നടക്കുന്നത് എവിടെയാണ്? റോക്കറ്റിലാണ്. അതായത് രണ്ട് ബോഡിയിലാണ് ആക്ഷനും റിയാക്ഷനും നടക്കുന്നത്. അതുകൊണ്ട് ആക്ഷനും റിയാക്ഷനും ഒരിക്കലും ക്യാൻസൽ ചെയ്ത് പോകില്ല. മറ്റൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് അറിയാവുന്നത് വള്ളം തുഴയുന്നതാണ്. അപ്പോൾ അത് നമുക്കറിയാം, വള്ളം തുഴയുന്ന ഇങ്ങനെ വെള്ളം ബാക്കിലോട്ട് നീക്കും അല്ലേ? ആ വെള്ളം ബാക്കിലോട്ട് നീക്കുന്നതാണ് അവിടുത്തെ ആക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? അതിൻ്റെ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ കാരണം വെള്ളം എന്ത് ചെയ്യും? മുന്നോട്ട് നീങ്ങും അല്ലേ? അപ്പോൾ ഇവിടെ റിയാക്ഷൻ എവിടെയാണ് നടക്കുന്നത്? റിയാക്ഷൻ നടക്കുന്നത് എവിടെയാണ്? വള്ളത്തിലാണ് റിയാക്ഷൻ നടക്കുന്നത്. ആക്ഷൻ എവിടെയായിരുന്നു നടന്നത്? വെള്ളം ബാക്കിലോട്ട് നീക്കുന്നതാണ് ആക്ഷൻ. അവിടെ റിയാക്ഷൻ നടന്നത് വള്ളത്തിലാണ്. അതിന്റെ ഫലമായിട്ടാണ് അത് എന്ത് ചെയ്യുന്നത്? വള്ളം മുന്നോട്ട് നീങ്ങുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി, ആക്ഷൻ എന്ന് പറയുന്നത് ഒരു മൈനസ് റിയാക്ഷൻ എന്ന് പറയാം അല്ലേ? അപ്പോൾ നമുക്ക് എഴുതാം എഫ് ആക്ഷൻ ഈക്വൽ ടു വെക്ടർ ക്വാണ്ടിറ്റി ആയിട്ട് കൊടുക്കാം, മൈനസ് എഫ് റിയാക്ഷൻ എന്ന് കൊടുക്കാം. പക്ഷെ ഇത് ക്യാൻസൽ ആവാത്തതിന്റെ കാരണം എന്താണ്? ആക്ഷനും റിയാക്ഷനും രണ്ട് ബോഡിയിലാണ് നടക്കുന്നത്. അതുകൊണ്ട് അത് പരസ്പരം ക്യാൻസൽ ആകുന്നില്ല. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്ക് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം. ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്: ഇഫ് നോ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട്സ് ഓൺ സിസ്റ്റം ഇറ്റ്സ് ലീനിയർ മൊമെന്റം ഈസ് കോൺസ്റ്റന്റ്.
അപ്പോൾ ഈ മൊമെൻറ്റം നമുക്കറിയാം. അപ്പോൾ എന്താണ് ലീനിയർ മൊമെൻറ്റം എന്ന് വെച്ചാൽ ഒരു ബോഡി സ്ട്രൈറ്റ് ലൈൻ മോഷനിലാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന മൊമെൻറ്റമാണ് ലീനിയർ മൊമെൻറ്റം എന്ന് പറയുന്നത്. സ്ട്രൈറ്റ് ലൈൻ മോഷനിലൊക്കെ വരുന്ന മൊമെൻറ്റമാണ് ലീനിയർ മൊമെൻറ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് വെച്ചാൽ ഒരു എക്സ്റ്റേണൽ ഫോഴ്സും ആ ഒരു ബോഡിയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു കൂട്ടം ബോഡിയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ അവിടുത്തെ ലീനിയർ മൊമെൻറ്റം എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്കൊരു അതിൻ്റെ ഒരു പ്രൂഫ് നോക്കാം. അപ്പോൾ അതിന് നമുക്ക് ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ എന്ന് എഴുതാം. ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ നമുക്കറിയാം. ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ അനുസരിച്ച് നമുക്കറിയാം ഫോഴ്സ് എന്ന് പറയുന്നത് ഏതിന് പ്രൊപ്പോർഷനാണെന്ന് നമുക്കറിയാം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റത്തിന് പ്രൊപ്പോർഷനാണ്, നമുക്കതറിയാം. നമുക്ക് ഇവിടുത്തെ ഈ എഫിനെ എഫ് എക്സ്റ്റേണൽ എന്ന് കൊടുക്കാം, അതായത് എക്സ്റ്റേണൽ ഫോഴ്സ് ആണെന്നുള്ളത് ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് നേരത്തെ എഴുതിയ പോലെ എഫ് എക്സ്റ്റേണലിന് ഈക്വൽ ടു കെ ഇൻറ്റു ഡി പി ബൈ ഡി ടി. ഇവിടെ കെയുടെ വാല്യൂ 1 ആണെങ്കിൽ എങ്ങനെ വരും? എഫ് എക്സ്റ്റേണൽ ഈക്വൽ ടു ഡി പി ബൈ ഡി ടി എന്ന് വരും. അപ്പോൾ ഇവിടെ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇവിടെ ഒരു എക്സ്റ്റേണൽ ഫോഴ്സും ഇല്ല എങ്കിൽ അവിടുത്തെ ലീനിയർ മൊമെൻറ്റം കോൺസ്റ്റന്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആവണോ അല്ലേ? ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ല എന്ന് പറയുമ്പോൾ എക്സ്റ്റേണൽ ഫോഴ്സ് 0. അപ്പോൾ എഫ് എക്സ്റ്റേണൽ ഈക്വൽ ടു 0 ആകുകയാണെങ്കിൽ ഈ ഇക്വേഷൻ എങ്ങനെ മാറും എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ 0 കൊടുക്കുക. അപ്പോൾ 0 ഈക്വൽ ടു ഡി പി ബൈ ഡി ടി. ഓക്കെ, നമ്മുടെ ഒരു ക്വാണ്ടിറ്റിയുടെ ഇപ്പോൾ ഡി ബൈ ഡി ടി എന്ന് പറയുന്ന ഡെറിവേറ്റീവ് ആണ്. ഒരു ക്വാണ്ടിറ്റിയുടെ ഡെറിവേറ്റീവ് 0 ആകുകയാണെങ്കിൽ ആ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു ഡെറിവേറ്റീവ് ഓഫ് എ കോൺസ്റ്റന്റ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ഇവിടെ ആ ക്വാണ്ടിറ്റി ഏതാണ്? പി ആണ് ആ ക്വാണ്ടിറ്റി. അപ്പോൾ നമുക്ക് എന്ത് പറയാം? പി എന്ന് പറയുന്നത് എന്താണെന്ന് പറയാം? ഒരു കോൺസ്റ്റന്റ് ആണെന്ന് പറയാം. പി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണെന്ന് പറയാം. അത് തന്നെയല്ലേ സ്റ്റേറ്റ്മെന്റിലും പറഞ്ഞിരിക്കുന്നത്. എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആണെങ്കിൽ അവിടുത്തെ ലീനിയർ മൊമെന്റം എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആണെങ്കിൽ അവിടുത്തെ ലീനിയർ മൊമെന്റം എന്ന് പറയുന്നത് എ കോൺസ്റ്റന്റ്. ഇതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം. ഓക്കെ ആണല്ലോ.